Hi friends, welcome to my channel Disha Malayali YouTuber. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിമ്പിൾ നാടൻ മേക്കപ്പ് ലുക്ക് ആണ്. അപ്പോൾ വളരെ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് മാത്രമേ നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നുള്ളൂ. കോമ്പാക്ട് പൗഡറിന് പകരം ടാൽക്കം പൗഡർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് യൂസ് ചെയ്യാറുണ്ടാവില്ലേ ടാൽക്കം പൗഡർ. അതുപോലെ തന്നെ ഒരു നാടൻ ഹെയർ സ്റ്റൈലും ഞാൻ കാണിക്കുന്നുണ്ട്. നമുക്കിത് സൽവാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കുർത്തിയുടെ കൂടെയോ ഒക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു മേക്കപ്പും ഹെയർ സ്റ്റൈലുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെലൈക്കൺ വരും. ആ ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അടിയിലായിട്ടൊരു ടാബ് വരും, ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ എപ്പോൾ ഞാൻ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പം തന്നെ കാണാനും പറ്റും. അപ്പം നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫേസ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലോട്ടസിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്കിൻ മോയ്സ്ചറൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പം ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവരായാലും ഫസ്റ്റ് നിങ്ങളുടെ സ്കിൻ നിങ്ങൾ മോയ്സ്ചറൈസ് ചെയ്യുക. ആദ്യം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം, അതായത് ക്ലൻസ് ചെയ്തതിന് ശേഷം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ചെയ്യുന്നത് ഒരു പ്രൈമർ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ലാക്മേ ആബ്സല്യൂട്ട് ബ്ലർ പെർഫെക്റ്റ് മേക്കപ്പ് പ്രൈമർ ആണ്. അപ്പോൾ വളരെ കുറച്ചെടുത്താൽ മതി. അപ്പം ഇത് ഞാൻ ടീ സോണിലോട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എന്തിനാണ് ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ മേക്കപ്പ് കുറച്ച് കൂടുതൽ നേരം ലാസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ഓപ്പൺ പോസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് നിർത്താനും പിന്നെ നമ്മുടെ ഫേസ് ഒരുപാട് ഇങ്ങനെ ഓയിലി ആകാതിരിക്കാനും നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ കുറച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ ടീ സോണിലായിട്ട് ജസ്റ്റ് ഇതൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ഞാനിവിടെ മെബലിൻ യോർക്ക് ഇൻസ്റ്റന്റ് ഏജ് റിവൈൻ കൺസീലർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് തീർത്തും ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു സ്റ്റെപ്പ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഫേസിൽ എന്താ പറയുക ഡാർക്ക് സർക്കിളോ അല്ലെങ്കിൽ കറുത്ത പാടുകളോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസീലർ യൂസ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് കാരമലാണ്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കണ്ണിനടിയിലും ചെറിയ ഒരു കറുത്ത പാടുള്ളടുത്തും മൗത്തിന് ഉള്ള ഭാഗത്തുമൊക്കെ ഞാൻ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഞാൻ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇത് അത്യാവശ്യം നല്ല കവറേജ് വരുന്ന ഒരു കൺസീലർ തന്നെയാണ്. ഇരുനിറം ഉള്ളവർക്കാണെങ്കിൽ കാരമൽ എന്ന് പറയുന്ന ഷെയ്ഡ് പെർഫെക്റ്റ് ആയിരിക്കും. അപ്പൊ ഇത് ഒന്ന് ജസ്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇതിൽ കാണിക്കുന്ന എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് അത് ചെക്ക് ചെയ്യാം കേട്ടോ. അടുത്തായിട്ട് ഞാനിവിടെ മിസ്ക്ലൈൻ്റെ സോഫ്റ്റ് മാറ്റ് ലിപ് ക്രീമും അതുപോലെ തന്നെ മെബലിൻ യോർക്ക് കളർ ഷോ ഇന്റൻസ് ലിപ് ക്രയോണും ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഐഷാഡോയ്ക്ക് പകരമായിട്ട് മെബലിൻ്റെ ആ ലിപ് ക്രയോൺ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ആ ഒരു ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് കണ്ണിന് മീതെയായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല കവറേജ് ഉള്ള ഒരു ലിപ് ക്രയോൺ ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഇന്റൻസ് റെഡ് ആണ്, നല്ല മാറ്റ് ഫിനിഷ് ആണ്, നല്ല പിഗ്മെന്റഡും ആണ്. അപ്പൊ വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഇപ്പൊ ലൈറ്റ് ആയിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തായിട്ട് മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആംവേ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ടാൽക്കം പൗഡർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പൊ അതെടുക്കുക. ഒന്നെങ്കിൽ നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ ഒരു ഡപ്പയിലോ ജസ്റ്റ് ഒന്ന് തട്ടിയിടുക. എന്നിട്ടൊരു ബ്രഷ് എടുക്കുക. ഇതിലേക്കൊന്ന് ഡിപ്പ് ചെയ്യുക. എക്സസ് ആയിട്ടുള്ളത് തട്ടിക്കളയുക. ബാക്കി നമ്മുടെ ഫേസിലേക്ക് ഇത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ പണ്ടൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കയ്യിൽ ഇങ്ങനെ തട്ടിയിട്ടിട്ട് ഇങ്ങനെ ഉരച്ച് ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് വെക്കും, പൊത്തി വെക്കും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്താ ഒരു വൈറ്റ് വാഷ് അടിച്ചതുപോലെ ഇങ്ങനെ വെള്ള കളറിലിരിക്കും ഇങ്ങനെ നമ്മുടെ ഫേസ്. അപ്പം വളരെ കുറച്ച് മാത്രം ഒരു ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഫിനിഷ് കിട്ടും, നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടും. അടുത്തതായിട്ട് ഞാനിവിടെ മെബലിൻ്റെ ലിപ് ക്രയോൺ എടുത്തിട്ട് വളരെ ലൈറ്റ് ആയിട്ട് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നല്ല പിഗ്മെന്റഡ് ആണ്. അപ്പോൾ വളരെ ലൈറ്റ് ആയിട്ട് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഇതൊരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ, നല്ല കവറേജും ആണ്, ഒരു മാറ്റ് ഫിനിഷ് ഉള്ള ഒരു ലിപ് ക്രയോൺ ആണ്. ഇരുനിറക്കാർക്ക് പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ളത് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഞാനിവിടെ മിസ്ക്ലൈൻ്റെ 58 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഇതിന് മേലെയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഷെയ്ഡ് നമുക്ക് കിട്ടും. നല്ലൊരു നാച്ചുറൽ, നല്ലൊരു ന്യൂഡ് ഷെയ്ഡ് കിട്ടും. അപ്പൊ കണ്ടില്ലേ,
അപ്പോൾ നമ്മളിത് ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് കുറച്ച് എക്സസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു ടിഷ്യൂ വെച്ചിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷെയ്ഡ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഞാനിവിടെ ഡാസ്ലറിന്റെ ഈ ഒരു ഐലൈനർ എടുത്തിട്ട് കണ്ണിന് മീതെയായിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. ജെൽ ഐലൈനർ ആണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് കണ്ണിന് താഴെ വാട്ടർ ലൈനിലും പുറത്തും നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. അപ്പൊ ഇത് നല്ലൊരു ഐലൈനർ ആണ്. എന്താ പറയാ, ഒട്ടും തന്നെ സ്മജ് ആകില്ല, വാട്ടർ പ്രൂഫ് ആണ്, കുറെ നേരം ലാസ്റ്റ് ചെയ്യും. അപ്പൊ എന്റെ ഒരു ഫേവറേറ്റ് ഐലൈനർ ആണിത്. അപ്പൊ ഇത് നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. നല്ല 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 കറുത്ത നിറമാണ് കേട്ടോ. നമ്മുടെ കണ്ണിങ്ങനെ എടുത്ത് നിൽക്കും, നല്ല ഭംഗിയാണ്. അടുത്തായിട്ട് ഞാനിവിടെ ADSന്റെ ഒരു ഐബ്രോ പെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഐബ്രോസ് ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഐബ്രോ ത്രെഡ് ചെയ്തിട്ടില്ല കേട്ടോ, അത് കാരണം അത്ര ഒരു നീറ്റ് ഉണ്ടാവില്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അപ്പൊ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഞാനൊരു കറുത്ത പൊട്ട് കൂടെ വെക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കറുത്ത പൊട്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് ഡ്രസ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണോ. അതെ, എൻ്റെ ഫേവറേറ്റ് കളർ ബ്ലാക്ക് ആണ്. ഇനി നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് പോവാം. അപ്പൊ ഞാനിവിടെ വളരെ ഈസി ആയിട്ടൊരു ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ സൈഡിൽ കട്ട് ചെയ്തിട്ടൊന്ന് കാണിക്കാവോ. ഞാൻ അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഞാനിവിടെ രണ്ട് സൈഡിലും കണ്ടോ സൈഡ് ബാങ്ക് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഒരു സൈഡിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കാം. ആദ്യം ജസ്റ്റ് നടുവിലൂടെയാണ് ഞാൻ വന്നെടുത്തിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു സ്റ്റൈൽ അതാണ്. അപ്പൊ നടുവിലൂടെ വന്നെടുക്കുക. എന്നിട്ട് ഒരു സൈഡിലെ ഹെയർ ഇതുപോലെ നന്നായിട്ട് ചീകി എടുത്തിട്ട് ജസ്റ്റ് അതിനെ ഒന്ന് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മുടിയുടെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ഹെയർ പിൻ വെച്ചിട്ട് അതിനെ അവിടെ സെക്യൂർ ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ മറ സൈഡും ചെയ്യാം, വളരെ ഈസിയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇപ്പൊ കണ്ടില്ലേ, വളരെ ഈസി അല്ലേ, കാണാനും നല്ല ഭംഗിയുള്ള ഒരു നാടൻ ഹെയർ സ്റ്റൈലാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഈ മേക്കപ്പും ഹെയർ സ്റ്റൈലും. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു നാടൻ മേക്കപ്പും ഹെയർ സ്റ്റൈലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു എൻ്റെ മുടി ഞാൻ സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടോന്ന്. സ്ട്രൈറ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. എനിക്ക് ഈ മുകളിലത്തെ ഈ ഒരു ഭാഗം സ്ട്രൈറ്റ് ആണ്, താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ വേവി പോലെയാണ്. അങ്ങനെയാണ് എൻ്റെ ഹെയർ സാധാരണ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കൊടുക്കാനും മറക്കരുത്. പിന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.